കോഴിക്കോട് DCC പ്രസിഡന്റ് സ്ഥാനത്തെ ചൊല്ലി കോൺഗ്രസിൽ ഒരു തർക്കം രൂപപ്പെടുന്നുണ്ട്. അത് മുന്നോട്ട് ശക്തമായി പോകുന്നു എന്നാണ് കേൾക്കുന്നത്. വിവരങ്ങളുമായി PV കുട്ടൻ ദാ ഇപ്പോൾ നമ്മൾക്കൊപ്പം ചേരുന്നു. കുട്ടൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഈ കോൺഗ്രസിലെ കോഴിക്കോട്ടെ ഈ ഒരു പ്രശ്നമുണ്ടല്ലോ, ഒരു ഭിന്നതയെന്നോ അല്ലെങ്കിൽ പുതിയ DCC പ്രസിഡന്റ് ആരാകണം എന്നതിനെ സംബന്ധിച്ചുള്ള തർക്കങ്ങളോ ഒക്കെ ഏത് ലെവലിൽ നിൽക്കുകയാണ്? ഏത് ലെവലാണ്? യെല്ലോ സ്റ്റേജാണോ അതോ റെഡ് അലർട്ടിലെത്തിയോ തർക്കം? അതോ ഓറഞ്ചാണോ? ശരത്ത്, DCC പ്രസിഡന്റ് ഇപ്പോൾ നിലവിലെ DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ കൊയിലാണ്ടിയിൽ നിന്ന് മത്സരിച്ച് MLA ആയി. അതിനുശേഷമാണ് ഇപ്പോൾ സ്വാഭാവികമായും ഈ MLA മാരൊക്കെ DCC പ്രസിഡന്റ് സ്ഥാനത്ത് മാറണം. അപ്പോൾ അതിന് മുന്നോടിയായി ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ വളരെ സജീവമായ ചർച്ചകളും പാർട്ടി തർക്കങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വിവിധ നേതാക്കൾ നിരവധി പേരുകളാണ് ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത്. PM നിയാസിൻ്റെ പേരാണ് ഇവിടുത്തെ DCC കോൺഗ്രസിൻ്റെ ജില്ലാ നേതൃത്വം. അതോടൊപ്പം തന്നെ KC വേണുഗോപാലിൻ്റെ പിന്തുണയും കൂടി അതിനുണ്ട്. അതോടൊപ്പം തന്നെ ഷാജിർ അറാഫത്ത്, DCC ജനറൽ സെക്രട്ടറി ഷാജിർ അറാഫത്തിൻ്റെ പേര്, മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ആ പേര് ഉന്നയിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ KCയുടെ പിന്തുണയും അദ്ദേഹത്തിനുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതേസമയം തന്നെ ഈ പേരുകളൊക്കെ വെട്ടുന്നതിന് വേണ്ടി VD സതീശൻ പക്ഷം നിജേഷ് അരവിന്ദന്, നിലവിൽ DCC ജനറൽ സെക്രട്ടറി ആയിരുന്നു. തെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ നമുക്കറിയാം ഒരു FB പോസ്റ്റൊക്കെ ബന്ധപ്പെട്ട് വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹം വീണ്ടും തിരിച്ച് സജീവമായി രംഗത്ത് വരുന്നൊരു സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ പേര്, അതായത് നിജേഷ് അരവിന്ദൻ്റെ പേരാണ് VD സതീശൻ പക്ഷം ഉയർത്തുന്നത്. അതോടൊപ്പം തന്നെ N സുബ്രഹ്മണ്യൻ, കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവാണ്. അദ്ദേഹത്തിന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് ലഭിക്കുമെന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് സീറ്റ് ലഭിച്ചിരുന്നില്ല. പൂർണ്ണമായും KC പക്ഷം ഇവിടുത്തെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ മുഴുവൻ KC പക്ഷത്തിൻ്റെ ആൾക്കാരെയാണ് ഉൾപ്പെടുത്തിയിരുന്നത്. അവിടെ നിന്ന് അദ്ദേഹത്തെ സമാശ്വസിപ്പിക്കുന്നതിന് വേണ്ടി DCC പ്രസിഡന്റ് സ്ഥാനം നൽകണം എന്നുള്ള ആവശ്യം അദ്ദേഹം രമേശ് ചെന്നിത്തലയുടെ വളരെ പ്രധാനപ്പെട്ട ആളാണ്. അപ്പോൾ ചെന്നിത്തല അത്തരമൊരു ആവശ്യവുമായി രംഗത്ത് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ PP നൌഷീർ കോഴിക്കോട് യൂത്ത് കോൺഗ്രസിൻ്റെയൊക്കെ ഭാരവാഹിയായിരുന്നു. അദ്ദേഹം അടുത്ത കാലത്താണ് DCCയുടെ ഭാരവാഹിയായി വരുന്നത്. അദ്ദേഹത്തിൻ്റെ പേരുമായി MK രാഘവൻ MP, രാഘവൻ കോഴിക്കോട് ജില്ലയിൽ വളരെ നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു പ്രധാന നേതാവാണ്. അദ്ദേഹം ഈ പേരും ഉന്നയിക്കുന്നുണ്ട്. അത്തരത്തിൽ വളരെ സജീവമായി ഉയർന്നു കേൾക്കുന്ന പേരുകളാണ് ഇതൊക്കെ. ഇതിനകത്ത് വെച്ച് മറ്റ് പ്രധാനപ്പെട്ട വിഷയങ്ങളായി പ്രവർത്തകരും നേതാക്കളുമൊക്കെ ഉന്നയിക്കുന്നൊരു കാര്യം, PM നിയാസിനെ മുന്നോട്ട് കൊണ്ടുവരികയാണെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് കോൺഗ്രസിൻ്റെ മേയർ സ്ഥാനാർത്ഥിയായിരുന്നു PM നിയാസ്. പക്ഷേ അദ്ദേഹം മത്സരിച്ച വാർഡിൽ ദയനീയമായി പരാജയപ്പെടുന്നൊരു സാഹചര്യമുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ അതിനുശേഷം കോഴിക്കോട് കോർപ്പറേഷൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനം കോൺഗ്രസിന് കിട്ടുമായിരുന്നു. അത് KC അബുവിൻ്റെ മകൾ KC ശോഭിതയെ വെട്ടുന്നതിന് വേണ്ടി PM നിയാസും സംഘവും ഇടപെട്ടുകൊണ്ട് ആ സ്ഥാനം പോലും കോൺഗ്രസിനെ ഇല്ലാതാക്കിയ തരത്തിലുള്ള വലിയ വിമർശനങ്ങളും അതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ ആ ഘട്ടത്തിൽ കോഴിക്കോട്ടെ കോൺഗ്രസിനകത്തുണ്ടായിരുന്നു. അതൊക്കെയാണ് ഇപ്പോൾ PM നിയാസുള്ള ന്യൂനതകളായി പ്രവർത്തകരും ഈ പറയുന്ന ഒരു വിഭാഗം നേതാക്കളുമൊക്കെ ഉയർത്തിക്കാട്ടുന്നത്. സ്വാഭാവികമായും KC അബു ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ PM നിയാസിനെതിരെ രംഗത്ത് വരാനാണ് സാധ്യത. ഷാജിർ അറാഫത്ത് യൂത്ത് കോൺഗ്രസിൻ്റെ മുൻ സംസ്ഥാന ഭാരവാഹിയായിരുന്നു. അദ്ദേഹത്തിന് മുല്ലപ്പള്ളിയുടെ പിന്തുണയുടെ അതോടൊപ്പം KCയും BDയും ഒന്നും അദ്ദേഹത്തിൻ്റെ പേരിൽ എതിര് പറയില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ അടുപ്പക്കാരൊക്കെ നമ്മളോട് പറയുന്നത്. അത് വളരെ സജീവമായ തർക്കത്തിലേക്ക് നീങ്ങും എന്ന കാര്യത്തിൽ സംശയമില്ല. ഏതായാലും ഈ സത്യപ്രതിജ്ഞയ്ക്കൊക്കെ ശേഷം കോൺഗ്രസിൻ്റെ MLA മാർ, DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ ഉൾപ്പെടെയുള്ളവരൊക്കെ, ജയന്ത് ഉൾപ്പെടെയുള്ളവരൊക്കെ ഇന്ന് കോഴിക്കോട്ടേക്ക് എത്തുന്നുണ്ട്. അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് ഈ കോഴിക്കോട് നിന്നും മികച്ച വിജയം UDF ഉണ്ടാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കോൺഗ്രസ് എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ്, പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് ഇവിടെ MLA മാരുണ്ടാവുന്നത്. എന്നിട്ട് പോലും കോഴിക്കോട് ജില്ലക്ക് അർഹമായൊരു മന്ത്രിസ്ഥാനം ലഭിച്ചില്ല എന്നുള്ളൊരു വലിയ പരാതി ഇവിടെ വ്യാപകമായി പ്രവർത്തകർക്കിടയിലുണ്ട്. അതിന് അത്തരമൊരു മന്ത്രിസ്ഥാനം വാങ്ങിയെടുക്കുന്നതിന് വേണ്ടി മറ്റു ജില്ലകളിലെ നേതാക്കളൊക്കെ ആ രീതിയിലുള്ള സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ഓരോ ജില്ലക്കും മന്ത്രിമാരെ നേടിയെടുക്കാൻ സാധിച്ചിരുന്നു. പക്ഷേ കോഴിക്കോട് ജില്ലയിൽ ഇത്ര വലിയ വിജയം ഉണ്ടാക്കിയിട്ട് പോലും ഒരു മന്ത്രിസ്ഥാനം പോലും നേടിയെടുക്കാൻ സാധിച്ചില്ല. അതിനുവേണ്ടി കോൺഗ്രസിൻ്റെ ഇവിടെയുള്ള കോഴിക്കോട് ജില്ലാ നേതൃത്വം ഇടപെട്ടില്ല എന്ന തരത്തിലുള്ള വലിയ വികാരം ഇവിടുത്തെ അണികൾക്കിടയിലുണ്ട്. ഏതായാലും DCC പ്രസിഡന്റ് സ്ഥാനവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ വളരെ രൂക്ഷമാകുന്ന ഘട്ടത്തിൽ ഈ വിഷയങ്ങളൊക്കെ ഉയർന്നു വരും. ശരത്ത്.